നമസ്കാരം. ഇന്ന് ലോക അഭയാർത്ഥി ദിനമാണ്. ഈ ദിവസത്തിൽ ഈ വിഷയത്തിലുള്ള കുറച്ച് ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നത്. ഇതിൽ പലപ്പോഴും ഉത്തരങ്ങളേക്കാൾ കൂടുതലായിട്ട് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു വിഷയങ്ങളിൽ അത് സ്വാഭാവികവുമാണ്. പക്ഷേ ആ ചോദ്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം. ഉത്തരങ്ങൾക്കായി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് അഭയാർത്ഥികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ ജോലിക്കായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ജീവിത സൗകര്യങ്ങൾക്കായിട്ടോ അങ്ങനെ ഓപ്ഷണൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നവരെ അവരെയല്ല അഭയാർത്ഥികൾ എന്ന് പറയാറ്. അവർ പ്രവാസികൾ, അങ്ങനത്തെ പേരുകളിലാണ് വിളിക്കാറുള്ളത്. തീർച്ചയായിട്ടും അവർ പ്രധാനപ്പെട്ടവരാണ്, അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതും ഈ അഭയാർത്ഥി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അവരെയല്ല. സ്വന്തം കയ്യിലല്ലാത്ത കാരണങ്ങൾ കൊണ്ട് സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, അത് ജീവനോ നിലനിൽപ്പിനോ അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിക്കോ തന്നെ ബുദ്ധിമുട്ടാകുമ്പോൾ വേറൊരു നിവൃത്തിയില്ലാതെ മറ്റൊരു ദേശത്തേക്കോ മറ്റൊരു രാജ്യത്തേക്കോ പലായനം ചെയ്യേണ്ടി വരുന്നവരെയാണ് അഭയാർത്ഥികൾ എന്ന് പറയാറ്. അവരുടേത് ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള അവസ്ഥയാണ്. ദേ ഡോണ്ട് ഹാവ് എ ചോയ്സ് ടു സർവൈവ്, ദേ ഹാവ് ടു ഫ്ലീ. പലപ്പോഴും അത്തരമൊരു അവസരത്തിൽ അവർക്ക് ജീവനും ബേസിക് ആയിട്ടുള്ള വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്ത് പോകേണ്ട ഒരു അവസ്ഥയാണ് വരിക. ചില സമയത്ത് അതിനുകൂടി പറ്റിയെന്ന് വരില്ല. എന്തൊക്കെയാകാം ഒരാൾക്ക് അഭയാർത്ഥിയാകേണ്ടി വരുന്നതിൻ്റെ കാരണങ്ങൾ? വിവിധങ്ങളായ കാരണങ്ങൾ ഉണ്ടാകാം. യുദ്ധം ഒരു കാരണമാണ്. എനി അതർ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഒരു കാരണമാണ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒരു കാരണമാണ്. പിന്നെ സോഷ്യൽ, റിലീജിയസ്, എത്തനിക്, റേസിസ്റ്റ് ഇഷ്യൂസ് ഒരു കാരണമാണ്. എക്കണോമിക് ഇഷ്യൂസും ചില സമയത്തെങ്കിലും ഒരു കാരണമാകാറുണ്ട്. അപ്പോൾ കാരണങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അവരുടെ ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള അവസ്ഥയാണ്. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും പറയുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം നമ്മൾ വളരെ കംഫർട്ടബിൾ ആയ ഒരു സെറ്റിങ്ങിൽ ഇരുന്നാൽ നമുക്ക് പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല. പക്ഷേ അഭയാർത്ഥികളുടെ ഒരു ഇഷ്യൂമായിട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയ ഒരു സെറ്റിങ്ങിൽ ഇരുന്നാണ് നമ്മൾ ഈ പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം, ആ ഒരു ഡിസ്ക്ലൈമർ, ആ ഒരു ബോധം എപ്പോഴും നമുക്ക് വേണം. ഓക്കെ, പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല. നമ്മുടെ ഉള്ള അവസ്ഥയിൽ നിന്നല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കഴിവതും അവരുടെ ഭാഗത്തേക്ക് ഇറങ്ങിയും ഇനി റിസീവിങ് നേഷൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിയും കഴിയുന്നത്ര ചിന്തിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഞാനും ശ്രമിക്കാം, കേൾക്കുന്ന നിങ്ങളും ശ്രമിക്കും. ഓക്കെ, ഇനി അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യം വരുമ്പോൾ അവരുടെ ഒരു ഡെസ്പറേറ്റ് അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ കഴിവതും അവരെ രാജ്യങ്ങൾ ഏറ്റെടുക്കണം, സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന ഒരു മനുഷ്യൻ നിലയിൽ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ, അല്ലേ? അഭയാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവരെല്ലാം നഷ്ടപ്പെട്ടു പോവാണ്. മനുഷ്യത്വമുള്ള ഈ ലോകം അവർക്കൊരു അഭയസ്ഥാനം കൊടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നതിൽ, ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ കഴിയില്ല, അല്ലെ? അവരുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും പറയാൻ കഴിയില്ല. അപ്പോൾ ആ വിഷയത്തിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല എനിക്കിപ്പോൾ. ഇനി അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യം വരുമ്പോൾ ആ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അത് പറയാതെ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചാൽ ഇത് വെറും ഒരു ഐഡിയലിസ്റ്റിക് പ്രീച്ചിങ് ആയി മാറും. ദാറ്റ് വോണ്ട് ടേക്ക് us anyway. So we have to consider the other side also. അതായത് ഒരു രാജ്യത്തേക്ക് കുറച്ച് പേരെ സ്വീകരിക്കുമ്പോൾ നമുക്ക് അതിനോടൊപ്പം തന്നെ നമുക്ക് പല കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. ആ രാജ്യത്തെ റിസോഴ്സ് ലിമിറ്റേഷൻ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇന്നത്തെ കാലത്ത് പല രാജ്യങ്ങളും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് റിസോഴ്സ് ലിമിറ്റേഷൻ. പോപ്പുലേഷൻ ഓവർലോഡ് കൊണ്ടും വേറെ പല കാരണങ്ങൾ കൊണ്ടും ഇറഗുലർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ കൊണ്ടും വേറെ ഒരുപാട് റീസൺസ് കൊണ്ട് റിസോഴ്സ് ലിമിറ്റേഷൻ ഫേസ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് എത്രത്തോളം അഭയാർത്ഥികളെ സ്വീകരിക്കാൻ കഴിയും എന്നുള്ളത് ചിന്തനീയമാണ്, അല്ലേ? വേറെ ഒരുപാട് സോഷ്യൽ ജോഗ്രഫിക് റീസൺസ് ഒക്കെ ഉണ്ട്. സോ അഭയാർത്ഥികളുടെ ഭാഗത്ത് പൂർണ്ണമായും സ്വീകരിക്കപ്പെടണമെന്ന അവരുടെ ആവശ്യത്തിന് പൂർണ്ണമായും ന്യായമുണ്ടെങ്കിൽ തന്നെയും പ്രാക്ടിക്കലി എത്രത്തോളം അതിന് കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു കഥ ഓർമ്മ വരുന്നു. പ്രസംഗിക്കുകയാണ് ഒരാൾ. നിങ്ങൾക്ക് 2 ബംഗ്ലാവുകളും 2 വീടുകളുണ്ടെങ്കിൽ അതിലൊരെണ്ണം നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുമോ? തീർച്ചയായിട്ടും കൊടുക്കും, എല്ലാവരും സമ്മതിച്ചു. നിങ്ങൾക്ക് 2 കാറുകൾ ഉണ്ടെങ്കിൽ അതിലൊന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കുമോ? തീർച്ചയായിട്ടും അതും സമ്മതിച്ചു. മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് 2 ആടുകൾ ഉണ്ടെങ്കിൽ അതിലൊന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആരും മിണ്ടുന്നില്ല. സോറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാവിൻ്റെയും കാറിൻ്റെയും കേസിൽ ഇത് ഹൈപ്പോത്തറ്റിക്കൽ ആയിരുന്നു. ഈ കേട്ട ആൾക്കാർക്ക് അതൊന്നും ഇല്ല. എന്നാൽ ആടുകളുടെ കേസിൽ അവരിൽ പലർക്കും 2 ആടുകൾ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരിക്കലും നേരിടേണ്ടി വരില്ലാത്തൊരു സിറ്റുവേഷനിൽ ഇറ്റ്സ് ഈസി ടു ബി ഐഡിയലിസ്റ്റിക്. പക്ഷേ നമ്മളെ കൂടി ബാധിക്കുന്നൊരു പ്രശ്നമാകുമ്പോൾ നമ്മൾക്കത് പ്രതികരിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില രാജ്യങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ മടി കാണിക്കുന്നതിൽ ഈ ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഇനി സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എത്ര നാളത്തേക്കാണ് നമുക്ക് ഇവരെ സ്വീകരിക്കാൻ കഴിയുക, എന്തൊക്കെ സൗകര്യങ്ങൾ, എന്തൊക്കെയാണ് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുക, എത്ര നാൾക്ക് ശേഷമാണ് ഇവരെ തിരിച്ച് അവരുടെ സ്വന്തം രാജ്യത്തേക്കോ അല്ലെങ്കിൽ വേറെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്കോ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ കഴിയുക? ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അല്ലേ? ചോദിക്കേണ്ടതുണ്ട്. നമുക്ക് ഓൾറെഡി റിസോഴ്സ് ലിമിറ്റേഷൻ ഫേസ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക്
ഒരു പരിധിയിൽ കഴിഞ്ഞ ആളുകളെ ഒരു ഉറപ്പുമില്ലാതെ എത്ര നാൾക്ക് ശേഷം തിരിച്ചു പോകും ഒരു ഉറപ്പുമില്ലാതെ സ്വീകരിക്കാൻ കഴിയില്ല. പോട്ടെ, ഇനി ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ അങ്ങനെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറായാൽ തന്നെ ഈ ബാക്കി 3 ചോദ്യങ്ങൾക്ക് അവർക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടുക? ആരാണ് ഉത്തരം കൊടുക്കുക? നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു വേൾഡ് വൈഡ് ഗ്ലോബൽ ഏജൻസിയോ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ നമുക്ക്? അല്ലേ? അത് വേണ്ടതല്ലേ? നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ പോലും ഒരാളെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ അഭയം കൊടുത്തു എന്ന് വയ്ക്കുക. അയാൾ എത്ര നാൾ ആ വീട്ടിൽ തങ്ങും? അയാൾ എന്നാണ് ആ വീട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക? നമുക്ക് പെർമനൻ്റ് ആയിട്ട് മറ്റൊരാളെ നമ്മുടെ വീട്ടിൽ നിർത്താൻ ബുദ്ധിമുട്ടല്ലേ? ഒരു വീടിൻ്റെ കേസ് പോലും ഇതാണെങ്കിൽ രാജ്യത്തിൻ്റെ കേസിൽ നമ്മളിത് ചിന്തിക്കേണ്ടതല്ലേ? അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം തീർച്ചയായിട്ടും ചിന്തിക്കണം. അതായത് എത്ര നാളത്തേക്കാണ്, എങ്ങനെയാണ് റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ സോഷ്യൽ, റിലീജിയസ്, ഫിനാൻഷ്യൽ, എത്തിക്കൽ പ്രശ്നങ്ങളെല്ലാം ഒരുപാട് ഉണ്ടാകും. അതൊരു പോപ്പുലേഷനുള്ളിൽ തന്നെ ഉണ്ടാവും. പുറത്തു നിന്ന് ആൾക്കാർ വരുമ്പോൾ അത് കൂടാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവരെ എവിടെ പാർപ്പിക്കും, അവർ അവിടുത്തെ ആ രാജ്യത്തെ ജനങ്ങളുമായിട്ട് എങ്ങനെ ഇടപഴകും, അവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു ഗവൺമെൻറ്റിന് പരിഗണിക്കേണ്ടതുണ്ട്, അല്ലേ? പിന്നെ 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു രാജ്യത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഒന്നുകിൽ അവർ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യണം ഒരു പീരീഡിന് ശേഷം. ആ റീഹാബിലിറ്റേഷൻ നടക്കുന്നത് വരെ, അല്ലെങ്കിൽ ഇപ്പോൾ റീഹാബിലിറ്റേഷൻ ഇല്ലെങ്കിൽ പെർമനൻറ്റ് സിറ്റിസൺഷിപ്പ് എപ്പോഴെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് എന്ന് കൊടുക്കണമെന്നുള്ളത് രാജ്യത്തിൻ്റെ തീരുമാനമാണ്. ആ പെർമനൻറ്റ് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത് വരെ ഒരു ടെമ്പററി സ്റ്റേറ്റ് ആണ്. ആ ഒരു അവസരത്തിൽ അവരെങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് എല്ലാം എപ്പോഴും നമ്മൾ കൊടുക്കണം. പ്രാഥമികമായ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം പോലത്തെ കാര്യങ്ങളിൽ മിനിമം സ്റ്റാൻഡേർഡ്സ് എൻഷുർ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, രാജ്യം ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരേ ജോലിക്ക് ഒരേ ശമ്പളം, ഒരേ തുക തുടങ്ങിയ മനുഷ്യത്വപരമായ കാര്യങ്ങൾ എപ്പോഴും പാലിക്കണം. പക്ഷേ ഒരു പൗരന്, ആ രാജ്യത്തെ തന്നെ ഒരു പൗരനുള്ള എല്ലാ അവകാശങ്ങളും ഒരു അഭയാർത്ഥിയായി വരുന്ന ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ റൈറ്റ് ടു വോട്ട് എന്നുള്ളത് അത് ബുദ്ധിമുട്ടാണ്. കാര്യം എന്തൊക്കെയാണെങ്കിലും അവർ പുറം രാജ്യത്ത് നിന്ന് വന്നവരാണ്. സിറ്റിസൺഷിപ്പ് കിട്ടുന്നത് വരെ എപ്പോഴെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർ അഭയാർത്ഥികൾ തന്നെയാണ്. അപ്പോൾ മാനുഷികമായ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു പൗരനുള്ള എല്ലാ അവകാശങ്ങളും കിട്ടണമെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥിക്ക് വീട്ടുകാരനെ, അതിഥി എന്ന് പറയാമല്ല, സ്ഥിരമായിട്ട് ഒരാളെ നമ്മൾ താമസിപ്പിച്ചാൽ അല്ലെങ്കിൽ ഫോർ എ ലോങ് ടേം താമസിപ്പിച്ചാൽ വീട്ടുകാരൻ്റെ എല്ലാ അവകാശങ്ങളും നമ്മൾ അയാൾക്ക് കൊടുക്കും? ഇല്ല. അയാളോട് നമ്മൾ മാന്യമായിട്ട് പെരുമാറണം, മനുഷ്യത്വപരമായിട്ട് പെരുമാറണം. പക്ഷെ നമ്മുടെ വീട്ടിൽ നമുക്കുള്ള എല്ലാ അവകാശങ്ങളും നമ്മൾ കൊടുക്കും? ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഉത്തരം. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ കേസിൽ നമ്മൾ ഐഡിയലിസം പറയുമ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലൊരാൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് കൂടി ആലോചിക്കണം, അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി സിറ്റിസൺഷിപ്പ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ, എപ്പോഴെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ അവരെ പൂർണ്ണമായിട്ടും ആ രാജ്യത്തെ പൗരന്മാരായി തന്നെ പരിഗണിക്കണം. പിന്നെ ഏതൊരു പൗരനുമുള്ള എല്ലാ അവകാശങ്ങളും അവർക്കും കൊടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സോ ബിഫോർ സിറ്റിസൺഷിപ്പ് ആൻഡ് ആഫ്റ്റർ സിറ്റിസൺഷിപ്പ് എൻറ്റയർലി ഡിഫറെൻറ്റ് സിനാരിയോസ് ആണ്. 2 തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഈ അഭയാർത്ഥികളായിട്ട് വരുന്നവർ അവരെ ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ഒരുപാട് റിസോഴ്സ് ലിമിറ്റേഷൻ ഉണ്ടായിട്ട് പോലും തങ്ങളെ സ്വീകരിച്ചൊരു രാജ്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇങ്ങനെ വരുന്ന അഭയാർത്ഥികൾക്ക് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ എത്നിക് ആണെങ്കിലും റിലീജിയസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും പുതിയ രാജ്യത്ത് അതേപോലെ ചെയ്യണമെന്ന് അവർ വാശി പിടിക്കരുത്. ഭക്ഷണം, വസ്ത്രം പോലത്തെ പ്രാഥമിക കാര്യങ്ങൾക്ക് നമുക്ക് നിർബന്ധം ഒരു മിനിമം ലെവലിൽ നമുക്ക് ആവശ്യപ്പെടുന്നതിൽ അർത്ഥമുണ്ട്. പക്ഷേ മതപരവും അല്ലാത്തതുമായ കാര്യങ്ങൾ, എസ്പെഷ്യലി ആ ചെന്ന് കയറിയ രാജ്യത്തിലെ കോമൺ നിയമത്തിനും സമാധാനത്തിനും വിലങ്ങുതടിയാകുന്നുണ്ടെങ്കിൽ അതിന് നിർബന്ധം പിടിക്കാൻ പാടില്ല. കാര്യം അങ്ങനെ നിർബന്ധം പിടിച്ചാൽ, അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കിയാൽ ഭാവിയിൽ ഒരു അഭയാർത്ഥിയെ സ്വീകരിക്കുമ്പോൾ ആ രാജ്യം പലതവണ ആലോചിക്കും. നമ്മുടെ ലോകത്ത് പലപ്പോഴും ഈ ഒരു സിനാരിയോ കാണാറുണ്ട്. അഭയാർത്ഥികളായി ആദ്യം കടന്നു കയറുകയും പിന്നീട് മതപരമായ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് പിന്നീട് അങ്ങോട്ട് അലോ ചെയ്ത രാജ്യങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നത് നമുക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ഇത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കാം. പിന്നെ അവിടുത്തെ ജനങ്ങളും ഇവരും തമ്മിൽ നല്ല ഹാർമോണിയസ് ആയിട്ട് പോകാൻ വേണം. പിന്നെ വൺ സിറ്റിസൺഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലോയൽറ്റിയെ സംശയിക്കാൻ പാടില്ല, അല്ലേ? പിന്നെ അവർ ഒരു സിറ്റിസനെ പോലെ തന്നെ അങ്ങോട്ട് രാജ്യത്തോട് അവർക്ക് കൂറുണ്ടാകണം, രാജ്യത്തിന് തിരിച്ചും അവരോട് ആ ലോയൽറ്റി, ആ ഒരു സ്നേഹം ഉണ്ടാകണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡിസ്ക്രിമിനേഷനും സംശയവും പിന്നെ പാടുള്ളതല്ല. ഈ ഒരു കാര്യം ആഫ്റ്റർ സിറ്റിസൺഷിപ്പ് ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൾച്ചറൽ ഷിഫ്റ്റ് വരാൻ ടൈം എടുക്കും, ദാറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊരു പരിധിവരെ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അഭയാർത്ഥികളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മുടെ ലോകത്തിലെ പല പല പ്രശ്നങ്ങൾ, യുദ്ധങ്ങളും അതർ ഡിസാസ്റ്റേഴ്സും എല്ലാം വെച്ച് നോക്കുമ്പോൾ, ഗ്ലോബൽ വാർമിങ്ങും എല്ലാം നോക്കുമ്പോൾ, ഡിസ്ക്രിപ്പൻസീസും എല്ലാം നോക്കുമ്പോൾ അഭയാർത്ഥികളുടെ എണ്ണം ഇനിയും കൂടാനേ വഴിയുള്ളൂ. അഭയാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ സ്വന്തമായിട്ട് ഒരു അഭയാർത്ഥിയെ പോലും സ്വീകരിക്കാതെ മറ്റു രാജ്യങ്ങളെ മാത്രം ഉപദേശിക്കുന്ന ഒരു പ്രവണതയും കാണാറുണ്ട്. അത് ഒട്ടും ശരിയല്ല. ഹൗ മെനി ഹാവ് യു ആക്സെപ്റ്റഡ് വെൻ യു ഹാഡ് എ ചാൻസ്, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ഈ പ്രശ്നത്തെക്കുറിച്ച് 2 പേരുടെയും വ്യൂ പോയിന്റിൽ നിന്നുള്ള കാര്യങ്ങൾ, പ്രാക്ടിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, അഭയാർത്ഥികളായി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള 2 ബിഫോർ സിറ്റിസൺഷിപ്പ് ആൻഡ് ആഫ്റ്റർ സിറ്റിസൺഷിപ്പ് എന്നുള്ള ഫേസസ്, റീഹാബിലിറ്റേഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ,
രാജ്യവും വന്നു കയറുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മ്യൂച്വൽ ലോയലിറ്റി, ഇങ്ങനെ കുറച്ച് പോയിന്റ്സാണ്. ഇനിയും ഒരുപാട് പറയാനുള്ള വിഷയമാണിത്. തൽക്കാലം 10 മിനിറ്റ് ആയ സ്ഥിതിക്ക് ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുന്നു. ഒരു മനുഷ്യനും അഭയാർത്ഥിയായി പോകേണ്ട അവസ്ഥ വരാത്ത ഒരു ലോകത്തെക്കുറിച്ച് ഉട്ടോപ്യനാണെങ്കിൽ പോലും നമുക്ക് ചിന്തിക്കാം. ഒരാളെങ്കിലും ഒരാളെ അഭയാർത്ഥിയാകാതിരിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഏതെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ രാജ്യങ്ങൾക്കാണെങ്കിലും വ്യക്തികൾക്കാണെങ്കിലും ദാറ്റ് വുഡ് ബി എ ഗ്രേറ്റ് സർവീസ്, അല്ലേ? ലെറ്റ് ഹ്യൂമാനിറ്റി പ്രവെയിൽ.